പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും NSK രാഗപരിചയത്തിലേക്ക് സുസ്വാഗതം. ഞാൻ നിലമ്പൂർ സുനിൽ. ഇന്ന് NSK രാഗപരിചയത്തിൽ നാം പരിചയപ്പെടുന്നത് മോഹൻ സിത്താര സാർ എന്ന അതുല്യ സംഗീത സംവിധായകനെയാണ്. ഇതിനു മുന്നേ അദ്ദേഹത്തിൻ്റെ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തിരുന്നു. അത് യാദൃശ്യമായിട്ട് ദീപു എന്ന ക്യാമറാമാൻ കാണുകയും അദ്ദേഹം മോഹൻ സിത്താര സാറിനെ കാണിക്കുകയും ചെയ്തു. അതെൻ്റെ ഭാഗ്യമായി. അദ്ദേഹം എന്നെ നേരിട്ട് വിളിച്ച് അദ്ദേഹത്തിനോട് ഒരു 5 മിനിറ്റെങ്കിലും എനിക്ക് സംസാരിക്കാൻ സാധിച്ചു. മോഹൻ സിത്താര സാറിനെ പോലെയുള്ള വലിയൊരു കലാകാരനെ നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞത് എൻ്റെ സംഗീത ജീവിതത്തിലെ വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇന്ന് മോഹൻ സിത്താര സാറിനെ വീണ്ടും ഓർത്ത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു ഗാനമാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. മോഹൻ സിത്താര സാർ എന്ന് പറഞ്ഞാൽ ഇത്രയും ലാളിത്യമുള്ള ഒരു സംഗീത സംവിധായകൻ വേറെ ഉണ്ടാകുമോ എന്ന് സംശയം. സംഗീതത്തിൽ വലിയ അവഗാഹമുണ്ടായിട്ടും ഇടിച്ചു കയറി അവസരം വാങ്ങുന്ന ഒരു വ്യക്തിയല്ല മോഹൻ സിത്താര സാർ. എപ്പോഴും സൗമ്യനായിട്ട് പിന്നിൽ നിൽക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഒരുപാട് സിനിമകൾക്ക് വേണ്ടി സിത്താര സാർ സംഗീതം ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സംഗീതത്തിൽ വലിയ അഭിരുചി പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അത്ര ഉയർന്ന തലത്തിലൊന്നും സംഗീതം പഠിപ്പിക്കാൻ അന്ന് സാധിക്കുമായിരുന്നില്ല. കൊച്ചുനാളിൽ തന്നെ ഏത് കവിതകളും വ്യത്യസ്തമായ ഈണത്തിൽ പാടി മോഹൻ സിത്താര സാർ എല്ലാവരുടെയും മനം കവരുമായിരുന്നു. ഏതായാലും മോഹൻ സിത്താര സാറിൻ്റെ ജ്യേഷ്ഠനും വലിയ കലാകാരനായിരുന്നു. അദ്ദേഹം ദാസേട്ടൻ്റെ സംഗീത സ്കൂളിൽ ട്യൂട്ടറാവുകയും അതിനെ തുടർന്ന് മോഹൻ സിത്താര സാർ അവിടെ ചെല്ലുകയും ദാസേട്ടൻ്റെ സ്നേഹവാത്സല്യങ്ങളോടുകൂടി ആ സംഗീത വിദ്യാലയത്തിൽ നിന്നും സംഗീതം പഠിക്കുകയും ചെയ്തു. വയലിനായിരുന്നു പ്രധാനമായിട്ടും. പ്രിയപ്പെട്ടവരെ, മോഹൻ സിത്താര സാറിൻ്റെ ടാലൻറ്റ് കണ്ടിട്ട് ഫീ പോലും വാങ്ങാതെയാണ് അത്രേ ദാസേട്ടൻ പഠിപ്പിച്ചത്. പിന്നീട് ഒരുപാട് പ്രോഗ്രാമുകളിൽ മോഹൻ സിത്താര സാർ വായിക്കാത്ത ഉപകരണങ്ങളില്ല. ഒരുപാട് ഗാനമേള പ്രോഗ്രാമുകളിലെല്ലാം അദ്ദേഹം സജീവ സാന്നിധ്യമായി മാറി. അദ്ദേഹത്തിൻ്റെ പേരിന് പുറകിൽ പോലും മോഹൻ സിത്താര എന്ന് പറയുന്ന സിത്താര എന്ന വലിയൊരു സംഗീത ട്രൂപ്പിൻ്റെ നെടുന്തൂണായിട്ട് പ്രവർത്തിച്ചതുകൊണ്ടാണ്. ജയേട്ടൻ്റെയും ദാസേട്ടൻ്റെയും ഒക്കെ ധാരാളം ഗാനമേളകളിൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം അറേഞ്ച് ചെയ്തിരുന്നത് പ്രിയപ്പെട്ട മോഹൻ സിത്താര സാറാണ്. വളരെ യാദൃച്ഛ്യമായിട്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് വന്നത്. സിനിമാ സംഗീത സംവിധായകനാകുമെന്ന് ഒരിക്കലും അദ്ദേഹം വിചാരിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ തേനോലുന്ന സംഗീതം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻ സിത്താര സാറിൻ്റെ പ്രതിഭ തിരിച്ചറിയാൻ സാധിച്ചു. അദ്ദേഹത്തിൽ കൂടി ധാരാളം മധുരോധരമായ ഗാനങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിച്ചു. മോഹൻ സിത്താര സാറിൻ്റെ ഗാനങ്ങളുടെ മധുരിമ പറഞ്ഞാൽ തീരുമോ? പൊന്നും തിങ്കൾ പോറ്റും മാനേ മാനേ കുഞ്ഞിക്കല മാനേ പൂമിഴികൾ പൂട്ടിമെല്ലി നീയുറങ്ങ് ചായുറങ്ങ് സ്വപ്നങ്ങൾ പൂവിടും പോലെ. പ്രിയപ്പെട്ടവരെ, മോഹൻ സിത്താര സാർ ആദ്യം സംഗീതം ചെയ്ത ഗാനമാണിത്. അത്രയും മധുരോധരമായ ഒരു താരാട്ട് ഗാനമാണിത്. നമ്മളുടെ വേണുഗോപാൽ സാർ പാടി മധുരോധരമാക്കിയതാണ്. ഇലകൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി മനമുരുകും വേദനയിൽ ആൺകിളിയ കഥ പാടി. തനിക്ക് നഷ്ടപ്പെട്ട പ്രണയത്തെ ഓർത്ത് അദ്ദേഹം മധുരോധരമാക്കിയ ഗാനമാണിത്. ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ശിവദം ശിവചരിതം പാപഹരം കാനനക്കുയിലേ കാതിലിടാനൊരു കാൽപ്പവൻ പൊന്നു തരാമോ കനകനിലാവേ കയ്യിലിടാനൊരു മോതിരക്കല്ലു തരാമോ പോകാതെ കരിയിലക്കാറ്റേ എന്നും പോകാതെ ഇളവയിൽ തുമ്പി പോകാതെന്നമ്പലക്കിളിയേ ദൂരെ പോകാതെന്നാലിലക്കുരുവി സ്നേഹ
പൊന്മാനേ അമ്മപ്പൂവാലി എന്നും മുറ്റത്തെ നന്മ മരമില്ലേ. 17 പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ്? പറയാതെൻ്റെ പൂങ്കനവിൽ മാറത്ത് നീ തൊട്ട മലരാണ്. പറയൂ പറയൂ നീ നല്ലഴകെ, പനിനീർ ചെടിയോ പാൽമുല്ലകളോ? ഇതളൂർന്നു വീണ പനിനീർദളങ്ങൾ തിരികെ ചേരും പോലെ ദലമർമരങ്ങൾ ശ്രുതിയോടു ചേർന്നു മൂളും പോലെ. മിണ്ടാതെടി കുയിലേ കണ്ണനുണ്ണിയുറങ്ങണ നേരത്ത്, മൂളാതെടി മൈനേ മണിക്കുട്ടനുറങ്ങണ സമയത്ത്. പ്രിയപ്പെട്ടവരെ, മോൻസിത്താര സാറ് സംഗീതം ചെയ്ത ഗാനങ്ങൾ പറഞ്ഞാൽ തീരില്ല. ഇനിയും ഒരുപാടുണ്ട്. സംഗീത സംവിധായകൻ മാത്രമല്ല, അദ്ദേഹം ബഹുമുഖ പ്രതിഭയാണ്. സിനിമയുടെ സമസ്ത മേഖലകളിലും അദ്ദേഹത്തിൻ്റെ സ്വാധീനം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇന്ന് മോൻസിത്താര സാറിനെ വീണ്ടും ഓർത്ത് പറയുന്നത്, മുദ്ര എന്ന ഫിലിമിൽ അതിസുന്ദരമായ ഗാനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമ്മളുടെ നടൻ സുധീഷൊക്കെ ആദ്യമായി അഭിനയിച്ച സിനിമയാണ്. മുദ്ര എന്ന ഫിലിമിലെ പുതുമഴയായി പൊഴിയാം എന്ന അതിസുന്ദരമായ ഗാനം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പാടുന്നത് ഞങ്ങളുടെ സംഗീത കുടുംബത്തിൻ്റെ മധുരോധരമായ ശബ്ദത്തിനുടമയായ സോണി രാജേട്ടൻ എന്ന ചന്ദ്രേട്ടനാണ്. ചന്ദ്രേട്ടൻ്റെ മാധുര്യമൂർന്ന ശബ്ദത്തിൽ ആ ഗാനം ഇതാ. പുതുമഴയായി പൊഴിയാ മധുമയമായി ഞാൻ പാടാ, കടവിലെ കിളികൾ തൻ കനവിലെ മോഹമാം, പുഴയിലെ ഓളങ്ങൾ തേടും പുതുമഴയായി പൊഴിയാ, മധുമയമായി ഞാൻ പാടാ, കടവിലെ കിളികൾ തൻ കനവിലെ മോഹമാം, പുഴയിലെ ഓളങ്ങൾ തേടും പുതുമഴയായി പൊഴിയാം, മധുമയമായി ഞാൻ പാടാം. താളം മാറി ഓണക്കാലം പോയി, വേലേക്കാവിൽ വർണ്ണക്കോലം മാറി, തീരം തേടി അന്തിക്കാറ്റും പോയി, കൂട്ടിനായി കൂടാരം മാത്രം, ഉൾക്കുടന്ന ഇതിലാത്മനൊമ്പരമിതേറ്റു ഞാനിന്നു പാടാ, ഉൾക്കുടന്ന ഇതിലാത്മനൊമ്പരമിതേറ്റു ഞാനിന്നു പാടാ, പുതുമഴയായി പൊഴിയാം, മധുമയമായി ഞാൻ പാടാ. കന്നിക്കൊമ്പിൽ പൊന്നോലക്കൈ തൊട്ടു, ഓടക്കാട്ടിൽ മേഘത്തൂവൽ വീണു, ആരംഭത്തിൽ പൂരക്കാലം പോയി, കൂട്ടിനായി കൂടാരം മാത്രം, വെണ്ണിലാവിലി മന്ത്രവേണുവിലൊരീണമായി ഇന്നു മാറാം, വെണ്ണിലാവിലി മന്ത്രവേണുവിലൊരീണമായി ഇന്നു മാറാം, പുതുമഴയായി പൊഴിയാം, മധുമയമായി ഞാൻ പാടാം, കടവിലെ കിളികൾ തൻ കനവിലെ മോഹമാം, പുഴയിലെ ഓളങ്ങൾ തേടും പുതുമഴയായി പൊഴിയാം, മധുമയമായി ഞാൻ പാടാം. പ്രിയപ്പെട്ടവരെ, മുദ്ര എന്ന ഫിലിമിൽ
മോഹൻ സിത്താര സാറിൻ്റെ സുന്ദരമായ സംഗീതത്തിൽ കൈതപ്രത് സാറിൻ്റെ വരികളിൽ പിറന്ന പുതുമഴയായി പൊഴിയാം എന്ന ഗാനം ഇന്ന് ഞങ്ങളുടെ സംഗീത കുടുംബത്തിൻ്റെ സോണി രാജേട്ടൻ്റെ ശബ്ദത്തിൽ നിങ്ങൾ കേട്ടുവല്ലോ. ഈ ഗാനവും ഈ എപ്പിസോഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. NSK രാഗപരിചയത്തിൽ സംഗീതത്തിൻ്റെ പുത്തൻ വിഭവങ്ങളുമായി വീണ്ടും വരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ NSK.